കോതമംഗലം പള്ളിയിൽ നിന്ന് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പറ്റിയില്ല. സുപ്രീം കോടതിയോട് നമുക്ക് ബഹുമാനമുണ്ട്, നിയമവാഴ്ചയിൽ ബഹുമാനമുണ്ട്, ഭരണഘടനയോട് ബഹുമാനമുണ്ടെങ്കിൽ പോലും 99.5% ബാവ കക്ഷിക്കാരും 0.5% പോലും മെത്രാൻ കക്ഷിക്കാരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് 0.5% ഇല്ല, 10 കുടുംബക്കാരേ ഉള്ളൂ. ഏറ്റവും കൂടിയ 11 കുടുംബം. 11 കുടുംബക്കാർ ഒരു ഭാഗത്തും 2800 കുടുംബക്കാരും മറുഭാഗത്ത് നിൽക്കുമ്പോൾ എങ്ങനെ ഇത് നടപ്പാക്കാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം കുർബാനയിൽ കഴിഞ്ഞാൽ കുർബാന സ്വീകരിക്കാൻ ആരും ഉണ്ടാവില്ല, കുർബാന സ്വീകരിക്കാൻ ആൾ വേണ്ടേ? അങ്ങനെയാണ് അവിടെ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ എന്താ അസംബന്ധമാണ്, അത് നടപ്പാക്കാൻ പറ്റില്ല. ഇനി 100ക്ക് 100 ബാബ കക്ഷിക്കാരുള്ള പള്ളികളുണ്ട്. ഞാൻ പറയാം, അകപ്പറമ്പ് പള്ളി അല്ലെങ്കിൽ മഞ്ഞപ്ര പള്ളി, അതും അല്ലെങ്കിൽ വാപ്പാലശ്ശേരി പള്ളി, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സുപ്രീം കോടതി വിധിയുണ്ട് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നടപ്പാക്കാൻ ശ്രമിക്കാം. പക്ഷേ നടപ്പാക്കാൻ പറ്റുകയില്ല. കാരണം 100ന് 100 മറ്റേ വിഭാഗക്കാർ മാത്രമേ ഉള്ളൂ. എങ്ങനെ നടപ്പാക്കാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് സാധ്യമായിട്ടുള്ള കാര്യമാണോ? നമ്മളെ യുദ്ധത്തിലാണെങ്കിലും വ്യവഹാരത്തിലാണെങ്കിലും ചില മര്യാദകളൊക്കെ ഉണ്ട്. യുദ്ധത്തിൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ യുദ്ധം ചെയ്ത് ഒപ്പിച്ചു. ലഫ്റ്റനന്റ് ജനറൽ നിയാസിയും 93,000 സൈനികർ കീഴടങ്ങി. ആ കീഴടങ്ങിയ സൈനികരെ നമ്മൾ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അല്ല, നമ്മൾ അവരെ പാകിസ്ഥാനെ തിരിച്ചേൽപ്പിച്ചു. അവരൊരു തലനാരിഴക്ക് പോലും കേടുപറ്റാതെ പാകിസ്ഥാനെ തിരിച്ചേൽപ്പിച്ചു. പാകിസ്ഥാനിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ പാകിസ്ഥാനെ വിട്ടുകൊടുത്തു. അതാണ് നയതന്ത്ര മര്യാദ. അതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചെയ്യേണ്ട കാര്യം. അതാണ്. യുദ്ധമൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, പെർപ്പച്വൽ വാർഫെയറാണ് ഇവർ ആഗ്രഹിക്കുന്നത്. എക്കാലത്തേക്ക് സമരം. ഞങ്ങളുടെ വിശ്വാസികൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ പള്ളി പിടിച്ചെടുക്കും എന്ന രീതിയിൽ പോയപ്പോൾ ഈ റംബാനോട് എനിക്ക് സത്യത്തിൽ സാധാപുണ്ട്. ഇവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ക്രൈസ്തവ ദർശനത്തെക്കുറിച്ചും ഉപവിയെക്കുറിച്ചുമൊക്കെ പ്രസംഗിക്കുന്ന ആളുകളല്ലേ. എന്താണ് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ കുപ്പായം പിടിച്ചു പറിക്കുന്നവർക്ക് മേലം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 40-ാം വാക്യമാണെന്ന്, 5-ാം അധ്യായം 40-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. സബ്ജക്റ്റ് ടു കറക്ഷൻ. 5-ാം അധ്യായം 40-ാം വാക്യം അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവരെന്താ ചെയ്യണേ? ഞങ്ങളുടെ ഒരു വിശ്വാസി പോലും ഇല്ലാത്ത പള്ളി പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതൊക്കെ എങ്ങനെ നടപ്പാവും? അത് ശരിയാണ്. ഇത് ഷൈലോക്കിൻ്റെ ന്യായമാണ്. അന്റോണിയോ വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തപ്പോൾ നെഞ്ചത്ത് നിന്ന് ഒരു റാത്തൽ ഇറച്ചി മുറിച്ചെടുക്കാൻ ശ്രമിച്ച ഷൈലോക്കിൻ്റെ അതേ ന്യായമാണ് നിങ്ങളുടെ ഈ ബാവ പറയുന്നത്. അത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? മറ്റേ കക്ഷിയുടെ ഹൃദയത്തിൽ നിന്നാണ് ഈ പിറവവും കോതമംഗലമൊക്കെ മുറിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. നാളെ അകപ്പറമ്പും വാപ്പാലശ്ശേരിയും അല്ലെങ്കിൽ മഞ്ഞപ്പുറയൊക്കെ മുറിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അത് നടപ്പുള്ള കാര്യമല്ല. ഒരു ഭാഗക്കാർ തോറ്റു, ഒരു ഭാഗക്കാർ ജയിച്ചു. ജയിച്ചവർ പറയുന്നതാണ് നിയമം. അല്ലെ, നിയമം അവരുടെ ഭാഗത്താണ്, ഭരണഘടന അവരുടെ ഭാഗത്താണ്, സുപ്രീം കോടതിയുടെ വിധിയാണ്. അത് പാലിച്ചാൽ മതിയാവും, നടപ്പാക്കിയേ തീരൂ. ശരിയാണ്, ഒറ്റ കേൾവിയിൽ ശരിയാണ്. പക്ഷേ അതിനപ്പുറത്ത് നീതി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ഇപ്പോൾ മറിച്ച് മറ്റേ വിഭാഗക്കാരാണ് ജയിച്ചതെന്ന് വിചാരിക്കുക, ജയവും തോൽവി ഉണ്ടാവുമല്ലോ. ജയവും തോൽവിയും സാധ്യമാണ്. ബാവ കക്ഷിക്കാരാണ് സുപ്രീം കോടതിയിൽ ജയിച്ചത് എങ്കിൽ ഇവർ പുതുപ്പള്ളി പള്ളി വിട്ടുകൊടുക്കുമായിരുന്നു. ഈ കേസിൽ വിചാരണ നടന്നത് ജില്ലാ കോടതിയിലാണ്. അതിൻ്റെ വാദം നടന്നത് ഹൈക്കോടതി സിംഗിൾ ജഡ്ജിയുടെ മുമ്പിലാണ്. ശ്രീ ചന്ദ്രശേഖരമേനായിരുന്നു അന്ന് ജഡ്ജി. അന്ന് പാത്രിയാർക്കീസ് വിഭാഗത്തിൽ, അതായത് ബാവ കക്ഷിക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത്. ആ വിധി വന്ന സാഹചര്യത്തിൽ ഓർത്തഡോക്സ് പക്ഷക്കാർ, മെത്രാൻ കക്ഷിക്കാർ നരിമാനെ കൊണ്ടുവന്നിട്ടാണ് വാദിച്ചത്. FS നരിമാൻ, ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജിയായിരിക്കുന്ന റോഹിങ്ടൺ നരിമാൻ്റെ പിതാവ്, സുപ്രീം കോടതിയിലെ ഏറ്റവും കൊടികെട്ടിയ വക്കീലാണ്. അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. അത് നമ്മുടെ ബഹുമാനപ്പെട്ട KM മാത്യുവിൻ്റെ ആത്മകഥയിൽ 8ാമത്തെ മോതിരം എന്ന ആത്മകഥയിൽ അത് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. KM മാത്യു മുൻകൈയെടുത്താണ് നരിമാനെ കൊണ്ടുവരുന്നത്. നരിമാൻ ഈ പള്ളി കേസ് വായിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വേറെ ഇഷ്ടംപോലെ നല്ല കേസുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനസ്സില്ലാ മനസ്സോടെ നിന്ന് നരിമാനെ അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തിനെ സ്വാധീനിച്ച് KM മാത്യുവിന് അദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് കാതോലിക്ക ബാവ നേരിട്ട് ആവശ്യപ്പെട്ടിട്ട് നരിമാനെ കണ്ടു പറയുന്നു. നരിമാൻ താല്പര്യം എടുക്കുന്നു. അത് നരിമാൻ വന്ന് വാദിക്കുന്നു. നരിമാൻ ഡിവിഷൻ ബെഞ്ചിൽ വാദിക്കുന്നു. UL ഭട്ടും അതുപോലെ ബാലനാരായണ മാരാരും കൂടിയുള്ള ഡിവിഷൻ ബെഞ്ചാണ്. എനിക്ക് ഓർമ്മയുണ്ട്, 7ാം കോടതിയിലാണ് അതിൻ്റെ വാദം നടന്നത്. ഞാൻ അന്ന് ഒരു യുവ അഭിഭാഷകൻ, എൻ്റെ തലയിൽ മുടിയൊക്കെ ഉള്ള കാലത്താണ്. ആ വാദം കേട്ട് അവിടെ ഗംഭീരമായ വാദമായിരുന്നു. കൺസ്ട്രക്റ്റീവ് റെസ്റ്റുഡിക്കേറ്റ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പോയിൻ്റാണ് അദ്ദേഹം വാദിച്ചതെന്ന് കൂടി ഞാൻ ഓർക്കുന്നു. അവിടെ ഇവർ ജയിക്കുന്നു. അത് ഭാഗികമായ വിജയമാണ്. സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതിയിൽ പൂർണ്ണമായിട്ടും വിജയിക്കുന്നു. കാതോലിക്ക പക്ഷം ജയിക്കുന്നു. പാത്രിയാർക്കീസ് പക്ഷം പരാജയപ്പെടുന്നു. അവിടെ ശ്രീ KM മാത്യു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ വിധി വന്നപ്പോൾ നരിമാൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ മഹാമനസ്കരാകുക എന്ന്. മഹാമനസ്കത കാണിക്കണമെന്ന് നരിമാൻ പറഞ്ഞു. അത് തന്നെയാണ് KM മാത്യു പറയുന്നത്. മഹാമനസ്കത കാണിക്കണം എന്ന അഭിപ്രായക്കാരനായിരുന്നു ഞാനും. പക്ഷേ സഭയിലെ ഒരു വിഭാഗം അതിനോട് യോജിച്ചില്ല. അദ്ദേഹം എഴുതിയതാണ്. സംശയമുള്ള ആർക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം, ആർക്ക് വേണമെങ്കിൽ വായിക്കാം. 8ാമത്തെ മോതിരം എന്നുള്ള പുസ്തകം ഇപ്പോഴും വിപണിയിലുണ്ട്. DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. KM മാത്യു ചെറിയ ആളല്ലല്ലോ, നരിമാനും ചെറിയ ആളല്ലോ. എന്തുകൊണ്ടാണ് മഹാമനസ്കത കാണിക്കണമെന്ന് പറഞ്ഞത്? തോറ്റവരെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്യല, നിർമൂലമാക്കുകയല്ല ചെയ്യേണ്ടത്. അതിനപ്പുറത്തും ഒരു ധർമ്മമുണ്ട്, ഒരു നീതിയുണ്ട്. അതാണ് പാലിക്കേണ്ടത്. അല്ലാതെ എനിക്ക് ഒരു വക്കാലത്തും ഇല്ല ഇതിനകത്ത്. ഞാൻ ബാവ കക്ഷിയുടെ വക്കാലത്ത് ഇല്ല, മെത്രാൻ കക്ഷിയുടെ വക്കാലത്തും ഇല്ല. സത്യം ഇതാണ്. അപ്പോൾ KM മാത്യു എന്തുകൊണ്ട് അങ്ങനെ എഴുതി, അല്ലെങ്കിൽ നരിമാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? നരിമാൻ പറയാത്തൊരു കാര്യം KM മാത്യു എഴുതുന്നത് പിന്നൊന്നും തോന്നുന്നുണ്ടോ? ഇല്ല.
കെ മാത്യു ഈ പുസ്തകം എഴുതിയതിന് ശേഷം ഒരുപാട് കാലം ജീവിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചത്. നരിമാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഒരു വിശ്വാസി പോലും ഇല്ലാത്തൊരു പള്ളി ഏറ്റെടുത്തിട്ട് അകപ്പറമ്പ് പള്ളി എങ്ങനെ നടത്താൻ പറ്റും? സുപ്രീം കോടതി വിധിയുണ്ട്. അവിടെ പോയിട്ട് നാളെ ഇപ്പോൾ കാതോലിക്ക ബാവ ഒരു റമ്പാനെ അല്ലെങ്കിൽ വേറെ അച്ഛനെ അങ്ങടേക്ക് വിക്ഷേപിക്കുകയാണ്, ഇദ്ദേഹമാണ് നാളെ തൊട്ട് അകപ്പറമ്പ് പള്ളി വികാരി എന്ന് പറഞ്ഞാൽ ശരിയാണ്, സുപ്രീം കോടതി വിധി പ്രകാരം ശരിയാണ്. അതുമായിട്ട് മുനിസിപ്പൽ കോടതിയിൽ ഒരു അന്യായം കൊടുത്താൽ മുനിസിപ്പൽ ആ രീതിയിൽ കൊടുക്കും. ആലുവ മുനിസിപ്പൽ അങ്ങനെ വിധിക്കാൻ പറ്റുള്ളൂ, കാരണം സുപ്രീം കോടതി തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. അതുമായിട്ട് അദ്ദേഹം അകപ്പറമ്പ് പള്ളിയിൽ ചെല്ലുകയാണ്, ദാ ആലുവ മുനിസിപ്പിൻ്റെ വിധിയുണ്ട്, പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറും ഉണ്ട് എന്ന് പറഞ്ഞ് കുർബാനയല്ല. പക്ഷേ അത് എങ്ങനെ എങ്ങനെ പ്രാവർത്തികമാകും? ഇതിൽ പ്രാവർത്തികതയുടെ ഒരു പ്രശ്നമുണ്ട്. 1% പോലും മെത്രാൻ കക്ഷിക്കാരില്ലാത്തൊരു പള്ളിയിൽ, കോതമംഗലം പള്ളിയിൽ പോയിട്ട് ഞാനാണ് ഇവിടുത്തെ നിയുക്ത വികാരി എന്ന് പറഞ്ഞ് ജനങ്ങൾ അംഗീകരിക്കട്ടെ. ഇത് അവർ കൂവി വിളിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. അതിപ്പോൾ ആളുകൾ നമുക്ക് അങ്ങനെയൊക്കെയല്ലേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ആളുകൾ വിശ്വാസികൾ എന്ന് പറഞ്ഞ ആളുകൾ അങ്ങനെ എല്ലായ്പ്പോഴും വളരെ ഭരണഘടനാപരമായിട്ട് സുപ്രീം കോടതിയോട് ബഹുമാനത്തോടെ പെരുമാറിക്കൊണ്ട് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. പലപ്പോഴും സാധിച്ചൊന്നും വരില്ല. അവിടെ പല തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവും. ഇവർ അദ്ദേഹത്തെ ദേഹോദരേൽപ്പിക്കാൻ ദൈവാധീനത്തെ പറയാൻ പറ്റുള്ളൂ. ഇത് മാത്രമല്ല, ഈ കോതമംഗലം പള്ളിക്ക് വലിയൊരു ചരിത്രമുണ്ട്. അത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമാണ്. അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും യോജിച്ചിട്ടാണ് പെരുന്നാളടക്കമുള്ള പരിപാടികളൊക്കെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട്. അങ്ങനെ സൗഹാർദ്ദത്തിൻ്റെ, സമന്വയത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്ന ഈ ചെറിയ പള്ളി എന്നാണ് പറഞ്ഞെങ്കിലും വളരെ വലിയ പള്ളിയാണ്, വലിയ ഇടവകയാണ്. അവിടെ ഇങ്ങനെ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയാണ്. അത് ഇതേ സഭയിൽ നിന്ന് തന്നെ നേരത്തെ മാർത്തോമ സഭക്കാർ പിരിഞ്ഞു പോയപ്പോഴോ അല്ലെങ്കിൽ മലങ്കര റീത്ത് കാര്യം പിരിഞ്ഞു പോയപ്പോഴൊന്നും ഇതുപോലത്തെ പ്രശ്നങ്ങൾ, ക്രമസമാന പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതുമല്ലല്ലോ. ഈ വട്ടിപ്പണ കേസ് മുതൽക്ക് തുടങ്ങിയ ഒരു വലിയ വ്യവഹാരം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് 1912 സഭ പിളർന്നു. ഓർത്തഡോക്സ് സഭക്കാർ പൊതുവെ കോൺഗ്രസിനോട് ചായ്വുള്ളവരും, മറിച്ച് മറുഭാഗത്ത് ഒരു ഗണ്യമായ ഭാഗം മാർക്സിസ്റ്റ് പാർട്ടിയോട് ചായ്വുള്ളവരുമാണ്. ഇപ്പോൾ 2006 തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ 2016 തെരഞ്ഞെടുപ്പുള്ള മുമ്പ് കഴിഞ്ഞ് 2006 തെരഞ്ഞെടുപ്പിൽ അതിന് തൊട്ട് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആക്യാരനെ മാറി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോഴാണ് ആലുവ തൃക്കുന്നത്ത് പള്ളിയിൽ വലിയ ലാത്തി ചാർജും മറ്റുമൊക്കെ ഉണ്ട്. അന്ന് ഈ സഭയുടെ, അതായത് ബാവ കക്ഷിയുടെ മേലധ്യക്ഷനായിരിക്കുന്ന തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ, ശ്രേഷ്ഠ കാതോലിക്ക, അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു കാരണവശാലും ബാവ കക്ഷിക്കാർക്കായ നമ്മൾക്ക് നീതി കിട്ടുകയില്ല, അതുകൊണ്ട് CPM പിന്തുണയ്ക്കണം എന്നാണ് പറഞ്ഞത്. CPM ശക്തമായിട്ട് പിന്തുണച്ചു. അതിൽ നിന്ന് CPM 6 MLA അത് പിന്നീട് അദ്ദേഹം തന്നെ വലിയ അഭിമാനത്തോടെ പറയുകയുണ്ടായി. ഞാൻ വേറൊരു കാര്യം പറയാം, ബിനുവിനെ അറിയാമെന്ന് എനിക്കറിയില്ല. ഒരു മതമേലധ്യക്ഷൻ്റെയോ അല്ലെങ്കിൽ സമുദായ പ്രമാണിയുടെയോ ഒരു ചടങ്ങിനും പോകാത്ത ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ. ഈ VS അച്യുതാനന്ദൻ ഒരേ ഒരു ചടങ്ങിലെ പങ്കെടുത്തുള്ളൂ. അത് ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ പൗരോഹിത്യ ജൂബിലി കോതമംഗലത്ത് വെച്ച് നടന്നപ്പോൾ അവിടെ അന്ന് VS അച്യുതാനന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ശ്രേഷ്ഠ കാതോലിക്ക ബാവു പറഞ്ഞു, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമുക്ക് നീതി ലഭിച്ചില്ല, ഈ സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് നീതിയുടെ കിരണങ്ങൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നു, അത് ബഹുമാനപ്പെട്ട അച്യുതാനന്ദനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അച്യുതാനന്ദൻ അവിടെ കൂട്ടുന്നത് സഖാവ് S ശർമ്മയായിരുന്നു. ശർമ്മ അന്ന് മന്ത്രിയാണ്. ശർമ്മയെ പറ്റി പറഞ്ഞു, ശർമ്മ ഈ സഭക്കാരനല്ലെങ്കിലും ഈ സഭയുടെ ദത്തുപുത്രനാണ് എന്ന് പറഞ്ഞു. ബാവകക്ഷിയുടെ നല്ലൊരു ഭാഗം ആളുകൾ ഇപ്പോഴും CPM പിന്തുണയ്ക്കുന്നവരാണ്. അവരെ പിണക്കാൻ പറ്റുമോ? കോതമംഗലത്ത് ബാവകക്ഷിക്കാരെത്രയാണ്, മെത്രാൻ കക്ഷിക്കാരെത്രയാണ്? അതിൽ CPM ഇപ്പോൾ കോതമംഗലത്ത് എത്രയോ കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു CPM കാരൻ ആദ്യമായിട്ട് അരിവാൾ ചീറ്റിയ നക്ഷത്രത്തിൽ ജയിച്ചിരിക്കുകയാണ്. പണ്ട് 1967 ഒരു മീഡിയൻ ജയിച്ചതിന് ശേഷം ഇപ്പോൾ ആൻ്റണി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ജയിച്ചിരിക്കുകയാണ്.